ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചേട്ടായി വൈകിട്ട് പണിയും കഴിഞ്ഞ് വന്നപ്പോഴേ ചീനിയും മേടിച്ചുകൊണ്ട് വന്ന് നല്ല മത്തിയും മേടിച്ചുകൊണ്ട് വന്നേ. അന്നേരം അത് വെക്കാൻ പോവുകയാണേ. മത്തി നല്ല മത്തിയാണ്, വള്ളത്തേല മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഐസ് ഇടാത്ത നല്ല പച്ച മത്തിയാണ്, പക്ഷെ നല്ല ചെറിയ മത്തിയുമാണ്. അന്നേരം നമ്മൾ കപ്പ എല്ലാം വൃത്തിയാക്കി കുക്കറിനകത്തോട്ടാണ് വെക്കുന്നത്. അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മീൻ വെട്ടാനായിട്ട് നിന്ന്. അങ്ങനെ മീൻ വെട്ടി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ തേങ്ങ ചിരണ്ടുന്നുണ്ട് കപ്പയ്ക്കുള്ള അരപ്പിന് വേണ്ടി. അന്നേരം ഞങ്ങൾക്കിവിടെ കപ്പ വേവിക്കുമ്പോൾ നല്ലതായിട്ട് കുഴഞ്ഞ് കുറുകുറാന്ന് പറഞ്ഞിരിക്കണം, അതാണ് ഇഷ്ടം. അല്ലാതെ ഈ കട്ട പിടിച്ചിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലേ. അന്നേരം അരപ്പിനുള്ളതെല്ലാം എടുക്കുവാണ്. ഇത് ഈ ഇടുന്നത് നമ്മളെ ജീരകപ്പൊടി നമ്മളിവിടെ ജീരകം പൊടിച്ച് വെച്ചേക്കുക. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടെ ആ സമയം കൊണ്ട് ഇതേ കപ്പയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അന്നേരം അതിനകത്തോട്ട് അരപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണേ. അരപ്പിട്ട് ആ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കപ്പ വെച്ച കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടി ഇട്ടാണ് കുക്കറിനകത്തോട്ടായത് കാരണം വേവിച്ചത്. എന്നിട്ട് ആ കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുമായിരുന്നു. എന്നിട്ട് അതൊന്നും കൂടെ ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മീൻകറി വെക്കാവേ. ഇത് നല്ല കപ്പയായിരുന്നു, നമ്മളെ വയൽ കപ്പയാണെന്ന് പറഞ്ഞാൽ തന്നത്. പക്ഷെ നല്ല ഇതായിരുന്നു, ഈ നൂറുള്ള കപ്പയായിരുന്നേ. അങ്ങനെ ഞങ്ങളിവിടെ ഉലുവ കൂടുതൽ വിടത്തില്ല, ഉലുവ പൊടിയാണ് ഇടുന്നത്. അന്നേരം പൊടിച്ചത് തീർന്നു പോയി, അത് കാരണം ഉലുവ ഇട്ടതാണ്. കപ്പ നല്ല കപ്പയായിരുന്നു, പെട്ടെന്ന് വെന്ത്. അങ്ങനെ കടുക് വിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോള എല്ലാം കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തേ. ഇത് ഇട്ട് കൊടുത്ത് നമ്മൾ മൂപ്പിച്ചും കൂടെ പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി ആ വെള്ളം പറ്റിക്കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് പിന്നെയും കൂടെ ഇളക്കി നല്ലതായിട്ട് ആ എണ്ണ തെളിയുന്ന പാകം വരെ മൂപ്പിക്കണം. അത് കഴിഞ്ഞേ വെള്ളം ഒഴിച്ച് നീട്ടാവുള്ളൂ. അന്നേരം നല്ല ടേസ്റ്റാണ് മുളക് കറി വെക്കുമ്പോൾ. ഞങ്ങളുടെ അമ്മയൊക്കെ അങ്ങനെയാണ് വെക്കുന്നത്, അങ്ങനെയാണ് ഇപ്പം ഞാനും വെക്കുന്നത്. ഈ വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുറുക്കിയിട്ട് പിന്നെ അടുത്ത വെള്ളം ഒഴിച്ച് പറ്റിച്ച് എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. അങ്ങനെ കരിയാപ്പില ഇട്ട് കുടംപുളി ഒരു പുളി ഇട്ടുള്ളൂ, നല്ല നൂറുള്ള പുളിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പുളി ഇറങ്ങും. അതുകൊണ്ട് ഒരു പുളിയേ ഇട്ടുള്ളൂ, ഭയങ്കര പുളിയായി പുളിക്ക്. അങ്ങനെ മീനെല്ലാം പെറുക്കിയിട്ട് കപ്പ നേരത്തേന് എല്ലാം ആവിയെല്ലാം കയറി വന്നു. എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അങ്ങ് ഇളക്കി എടുക്കുവാണേ. അന്നേരം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. അന്നേരം ഇത്ര ഉള്ളേ.